ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ആർട്ട് വർക്ക് ഞാൻ ചെയ്ത കുറച്ച് വർക്കുകൾ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇട്ടേക്കുന്നത്. ഡാൻസിൻ്റെ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീ ടൈമിൽ ചെയ്ത കുറച്ച് ആർട്ട് വർക്ക്, അതായത് വേസ്റ്റ് മെറ്റീരിയൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളയുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞാനൊരു ക്രാഫ്റ്റിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതുപോലൊരു സൂര്യൻ്റെ ഷേപ്പിലുള്ള ഇതൊരു വാൾ ഡെക്കർ ഐറ്റമാണ്. നമുക്ക് ഭിത്തിയിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഇത് കാർഡ്ബോർഡ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് അറിയാലോ, സ്റ്റിക്കാണ്, കടയിൽ കിട്ടും. നമുക്ക് സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് ബ്ലാക്ക് കളറിലെ പേപ്പർ വെച്ച് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കുവാണ്. 2 കാർഡ്ബോർഡും കൂടെ റൗണ്ട് ഷേപ്പിലാക്കി കട്ട് ചെയ്ത് അത് ഒട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു സ്റ്റിക്കർ എന്ന് പറയുന്നത് ഇതൊരു വാൾ ഡെക്കർ സ്റ്റിക്കറാണ്. ഫ്ലിപ്കാർട്ട് വഴി നമ്മൾ വാങ്ങിച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് വാളിൽ ഇതേണൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കാം. ഒരു സൂര്യൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ ഞാൻ ചെയ്ത ഒരു ഡെക്കറേഷൻ ചെയ്ത വാൾ ഡെക്കർ ഐറ്റമാണിത്. അടുത്തതായിട്ട് ഇതുപോലൊരു ഐറ്റമാണ്, കണ്ടോ. ഇത് 2 കാർഡ്ബോർഡ് ഇതേപോലെ 2 കാർഡ്ബോർഡ് നല്ല കട്ടിക്ക് ഒട്ടിച്ചിട്ട് ചെയ്തതാണ്. ഇത് പിസ്താഷ്യലാണ്. ഇത് വാൾപുട്ടി മിക്സ് ചെയ്തിട്ട് വെള്ളവും കുറച്ച് ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്ത് വാൾപുട്ടിയുടെ പൗഡറിനെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്ത് ഒരു ട്രീ പോലെ പിസ്താഷ്യയിലെ കളറൊക്കെ കൊടുത്തിട്ട് ഈ കാണുന്നത് സീഡിയുടെ അത് കട്ട് ചെയ്ത് പല പല ഷേപ്പാക്കി ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു പ്രത്യേക ഭംഗി എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതൊരു വാൾ ഡെക്കറാണ്. ഇതാണ് ഒരു ഐറ്റം. അടുത്തതായി ഇതേപോലെ കണ്ടോ. ഇത് ശരിക്കും നമ്മൾ വാളിൽ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ നേരെ കിടക്കും കേട്ടോ. ഇത് ബേസ് ബോർഡിൽ ചെയ്തേക്കുന്നതാണ്. പിസ്താഷ്യയിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തേക്കുന്ന ഒരു ഐറ്റമാണ്. വാൾ ഡെക്കർ ഐറ്റം തന്നെയാണ്. അപ്പം നല്ല മിററൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ഷേപ്സിലൊക്കെ ഇതേപോലെ ഫ്ലവർ മാറ്റിയിട്ട് നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫുള്ള് ഹാർട്ടിനകത്ത് പിസ്താഷ്യയിൽ വെച്ച് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ശരിക്കും വാളിൽ വെക്കുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. അവസാനം ഞാൻ ഇതെല്ലാം വാളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന ഫോട്ടോസും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാളിൽ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ എങ്ങനെ ഭംഗിയെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഫോട്ടോസിനകത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതേപോലൊരു ഷേപ്പാണ്. ഇതും കാർഡ്ബോർഡിൽ തന്നെ ചെയ്തതാണ്. കാർഡ്ബോർഡ് നമ്മൾ നല്ല 3-4 കട്ടിക്ക് ഒരേ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കളർ ചെയ്തിട്ട് ഇതേപോലെ പിസ്താഷ്യയിൽ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, പിങ്കും ഗോൾഡും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതൊരു നമുക്ക് സാധാ കിട്ടുന്ന ഒരു ചെറിയൊരു പെട്ടിയാണ്. അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വാളിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള അതിലൊക്കെ നല്ല ഭംഗിയായിരിക്കും. അടുത്തതായി ഇതേപോലെ ഒരു ഐറ്റമാണ്. കണ്ടോ, ഇത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു കാണുമ്പോൾ ഒറിജിനൽ പൂ പോലെ തോന്നും. ഇതും പിസ്താഷ്യലിൻ്റെ വെച്ച് ചെയ്തതാണ്. ഇത് ഞാൻ ഓൾറെഡി ഇത് ചെയ്യുന്നതിൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയൊന്നും ചെയ്തതിൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അത് വേറെ കൊണ്ടല്ല, എടുക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു വേറൊരു മോഡലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയോടെ നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് വെക്കാവുന്ന ഒരു ഐറ്റമാണ്. അടുത്തതായി ഇത് ശരിക്കും പറഞ്ഞ ഒരു കലണ്ടറാണ് കേട്ടോ. ഇത് ഹസ്ബൻഡിന് ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു. കലണ്ടറിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അവരുടെ ഇതൊക്കെ വെച്ച് പേരൊക്കെ വെച്ചിട്ടുള്ളൊരു കലണ്ടർ പോലത്തെ സംഭവമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്തിട്ട് കുറച്ച് മണ്ഡല ആർട്ട് പോലെ ചെറുതായിട്ട് ഡോട്ട്സ് ഒക്കെ കൊടുത്തിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഇത് നമുക്ക് അതേപോലെ അവിടെ വെച്ച് നമ്മുടെ ബെഡ്റൂമിലും അല്ലെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കുന്ന വെച്ചാൽ അവിടെ ഹോളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഇതും എനിക്ക് അപ്പോൾ തോന്നിയ ഐഡിയ ആണ്. ഞാൻ എൻ്റെ കല്യാണ ഫോട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കി. കണ്ടോ, ഇത് ശരിക്കും ഞാനൊരു ഇൻസ്പയർ ആയിട്ട് എടുത്തൊരു വർക്കാണ്. പിൻട്രസ്റ്റിൽ ഇതേപോലൊരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ വർക്ക് ചെയ്ത് ആരോ ഇട്ടേക്കുന്നൊരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ആ ഫോട്ടോയിൽ കാണുന്ന അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതും കാർഡ്ബോർഡിൽ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആ ഒരു ഷേപ്പ് വെച്ച് ഡോട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതും വാളിൽ വലിയ ഷേപ്പിൽ ഞാനിപ്പോൾ കാർഡ്ബോർഡിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തടിയിലൊക്കെ ചെയ്തിട്ട് ഭിത്തിയിൽ സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാം. വലിയ സൈസിലൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. ഇത് ഞാൻ ഒരു കുട്ടി വീട് ഇതും ഒരു 2 ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർത്തൊരു വർക്കാണിത്. ഇത് ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ അന്ന് ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തോന്നുന്നു ആ സമയം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് കണ്ട് പഠിക്കായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഞാൻ ചെയ്ത് ഇപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ ഓൾമോസ്റ്റ് ലോങ് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ ഒരു വീടാണ്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. പിന്നെ ഈ ഒരു വീട് ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയ സമയത്ത് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ കാർഡ്ബോർഡ് വെച്ചിട്ട് വീടുണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ എനിക്ക് വന്നത്. അങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ ഇതേപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ഫൈനലി ഒരു ട്രീയുടെ ഒരു ക്രാഫ്റ്റ്. ഇത് ശരിക്കും
ഇത് ഒരു പണ്ടത്തെ കാലത്ത് ഈ മാവൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, അതാണ് ഇതിലെ ഉള്ളിൽ വെച്ചേക്കുന്നത്. പിന്നെ ഇത് പാൽപ്പുട്ടി കൊണ്ട് ഒട്ടിച്ചിട്ട് അതിനകത്ത് നമ്മൾ ലൈൻസ് കൊടുത്തു. പിന്നെ പുല്ലിൻ്റെ കിട്ടുമല്ലോ ഒട്ടിച്ചിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ചന്ദനത്തിരിയില്ലേ, ആ ചന്ദനത്തിരി വെച്ചിട്ട് വാൾപുട്ടി എല്ലാം കൂടെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ച് ഇതേപോലെ ഒരു ഇത് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് ഫ്ലോറാണ്. അത് ഓരോന്നോരോന്നോരോന്നും ഗ്ലൂ ഗൺ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ട്രീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഒരിക്കലും പറയില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണെന്നേ പറയത്തുള്ളൂ. നമ്മൾ ഇതാണ് പ്രസൻറ്റേഷനൊക്കെ കൊടുക്കാനായിട്ട് കടകളിൽ ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഒരു ഐറ്റമിൻ്റെ ഒക്കെ വില ചോദിക്കുമ്പോൾ നമ്മളെ ശരിക്കും ഞെട്ടിപ്പോകട്ടോ, അത്രയ്ക്ക് നല്ല റേറ്റ് ആണ്. അപ്പോൾ നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ ഒരു വിഷമം എന്ന് പറയുന്നത്. അന്ന് ചെയ്തപ്പോൾ ഇതിൻ്റെ വീഡിയോസ് എടുക്കണമായിരുന്നു. എടുത്തിരുന്ന എല്ലാവരും കാണിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലത്തെ അങ്ങനെ ഞാൻ ചെയ്ത എൻ്റെ ആർട്ട് വർക്ക് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ അതായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത കുറച്ച് വർക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുക, അപ്പോൾ ആരെയും കാണിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും കാണട്ടെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയി ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റാണ് ഇതിൻ്റെയൊക്കെ വില. നമ്മൾ പോയി ചോദിക്കുമ്പോൾ തന്നെ നല്ല റേറ്റാണ് ഇതിൻ്റെയൊക്കെ വില. കാര്യം ഒരു ചെറിയ ഒരു ഡെക്കറേഷൻ സാധനത്തിന് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ആർക്കിന് കൊടുക്കാൻ നമ്മൾ വില ചോദിക്കുമ്പോൾ ഭയങ്കര വിലയാണ്. അപ്പോൾ അതിനേക്കാളും നമ്മുടെ വീട് അലങ്കരിക്കാൻ നമുക്ക് വീടിനകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിസ്താഷ്യൽ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ കാർഡ്ബോർഡ്, നമ്മൾ എന്താ പറയുക, നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വരുമ്പോൾ കിട്ടുന്ന ബേസ് പ്രോഡക്റ്റ് ഇല്ല, അതൊക്കെ നമ്മൾ ചുമ്മാ വലിച്ചെറിഞ്ഞ് കത്തിച്ച് കളയാണ്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തോരം സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ്. മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ് ഗ്ലൂ ഗണ്ണ്. ഗ്ലൂ ഗൺ വാങ്ങിക്കുക, അതിൻ്റെ കൂടെ 2 സ്റ്റിക്ക് ഉണ്ടാവും. ആ സ്റ്റിക്ക് തീരുന്നതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി. ഓരോ സ്റ്റിക്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 8 രൂപ വെച്ചിട്ടാണ്. എൻ്റെ അറിവിൽ ഞാൻ പോകുന്ന ഷോപ്പിലൊക്കെ 8 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്ലൂ ഗൺ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ പെട്ടെന്നായിരിക്കും ഒട്ടിപ്പിടിക്കുന്നത്. വളരെ നമുക്ക് ഈസി ആയിട്ടെല്ലാം ഗ്ലൂ ഗൺ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തേക്കുന്ന എല്ലാം ഗ്ലൂ ഗണ്ണിലാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കടയിൽ പോയി പൈസ കളയത് ഇതേപോലെ വീട്ടിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് ആൾക്കാർ വരുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിയൊരു ഫീലും വരും. വീട് നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഓരോ സൈഡിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി കുറച്ച് എല്ലാവർക്കും ടാറ്റാ.